നമ്മൾ ഇന്ന് കുറച്ച് മുന്തിരി വൈൻ ഉണ്ടാക്കാൻ പോവുകയാണേ. ആദ്യം ഒരു 1.5 കിലോ മുന്തിരി മേടിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഭരണിയാണ്. എനിക്ക് ഭരണി കിട്ടിയില്ല, അപ്പോൾ ഇത് ലുലുമാളിയിൽ നിന്ന് മേടിച്ചൊരു ചില്ലുകുപ്പിയാണ്. അപ്പോൾ ചില്ലുകുപ്പി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര, 1 കിലോ പഞ്ചസാരയാണ് നമ്മൾ എടുത്തത്. 1.5 കിലോ മുന്തിരിക്ക് 1 കിലോ പഞ്ചസാര എന്നുള്ള രീതിയിലാണ് എടുത്തത്. റേഷ്യോ കറക്റ്റാണോ എന്നൊന്നും അറിയില്ല. അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ഈ ഭരണിയിൽ ഇങ്ങനെ ലെയറായിട്ട് മുന്തിരിയും പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലെയറായിട്ടൊരു മുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. ചില ആൾക്കാർ ഈ മുന്തിരി ഞെക്കി പൊട്ടിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന ഇതുണ്ട്. നമ്മളൊരു പരമ്പരാഗത രീതിയിൽ ഒരു ലെയർ മുന്തിരി ആദ്യം ഇട്ട് കൊടുക്കുന്നു, അതിൻ്റെ മുകളിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു. ആ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ആദ്യത്തെ ലെയറായിട്ട് കുറച്ച് മുന്തിരി ഇങ്ങനെ ഇട്ടു. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ അടുത്ത ലെയറായിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. എത്രത്തോളം ലെയർ മുന്തിരി പഞ്ചസാര അങ്ങനെ വെക്കുന്നോ അത്രയും നല്ലതാണ്. കല്യാണം പാല് കാച്ചൽ എന്ന് പറയുന്ന പോലെ മുന്തിരി പഞ്ചസാര. ആദ്യത്തെ ഒരു ലെയർ മുന്തിരിയും പഞ്ചസാരയോട് ഇട്ട് കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെ കിട്ടിയിട്ടാ കണ്ടോ. പക്ഷേ ഇത് മൊത്തം പഞ്ചസാര ഇരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ മുന്തിരി ഉണ്ട്. പിന്നെ ഈ പഞ്ചസാരയുടെ മുകളിൽ അടുത്ത ലെയർ മുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത ലെയർ മുന്തിരി ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മളൊരു 2 ലിറ്ററിൻ്റെ ചില്ലുകുപ്പിയാണ് നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2 ലിറ്ററിൻ്റെ ചില്ലുകുപ്പിയിൽ 1.5 കിലോ മുന്തിരിയും 1 കിലോ പഞ്ചസാരയും ഒക്കെ ആയിട്ട് ഇതിനകത്തൊരു 3/4 ഭാഗം നിറയുന്ന രീതിയിൽ വേണം നമുക്കത് സെറ്റ് ചെയ്യാൻ. അത് മൊത്തം നിറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫെർമെൻറ്റേഷൻ സംഭവിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു ഗ്യാസ് വരും. അപ്പോൾ അത് ചില്ലുകുപ്പി പൊട്ടിപ്പോവുക, അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യത ഉണ്ടോയെന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 3/4 ഭാഗം നിറയുന്ന രീതിയിൽ നമ്മൾ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ച് പ്ലിങ്ങിപ്പോയ മുന്തിരിയൊക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മളതുപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുത്തു, മാറ്റാനൊന്നും നിന്നില്ല. അപ്പോൾ ഉണ്ടായിരുന്ന 1.5 കിലോ മുന്തിരിയും 1 കിലോ പഞ്ചസാരയും കൂടി ഇട്ട് വന്നപ്പോൾ അത് ഇങ്ങനെ കിട്ടിയിട്ടാ. ഒരു ഭരണിയുടെ ഏകദേശം 3/4 ഭാഗം തന്നെയായി. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ അങ്ങാടിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കറുവാപ്പട്ട, ഗ്രാമ്പൂ, മസാലക്കൂട്ടെന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ മസാലക്കൂട്ടിൽ നിന്ന് കിട്ടിയ കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടെ, പിന്നെ ആ പൂവല്ലിക്കുന്ന സാധനം, എൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അതിന് പ്രത്യേകിച്ച് അളവ് കാര്യങ്ങളൊന്നും നോക്കിയില്ല. ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് മസാലക്കൂട്ടിൽ ഇരുന്ന സാധനങ്ങളൊക്കെ കൂടെ അങ്ങ് എടുത്ത് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അടുത്ത ലെയറായിട്ട് ഇങ്ങനെ വെച്ചു. ചിലർ ഇതിനകത്ത് ഈസ്റ്റ് ഇട്ട് കൊടുക്കും, നമ്മളത് ഇടുന്നില്ല. ഇനി ഈ ഇരിക്കുന്ന വെള്ളം നമ്മൾ തിളപ്പിച്ച് ആറ്റി വെച്ചിരിക്കുന്ന വെള്ളമാണേ, തിളച്ച വെള്ളമല്ല. അപ്പോൾ നമ്മൾ വെള്ളമോടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചപ്പോൾ ഇതിങ്ങനെ